ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലഹാസൻ നായകനായി മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് നാളെ ജൂൺ 5 വ്യാഴാഴ്ച തേരിലെത്തുകയാണ്. ചിത്രത്തിൽ ചിലംബരശൻ, തൃഷ, മലയാളി താരം ജോജു ജോർജ്, ഐശ്വര്യലക്ഷ്മി, അഭിരാമി, അശോക് സെൽവൻ, നാസർ ബാബുരാജ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകൻ മണിരത്നവും കമലഹാസനും ചേർന്നാണ്. രാജ്കമൽ ഇന്റർനാഷണൽ, മദ്രാസ് ടാക്കീസ്, റെഡ് ജയന്റ് മൂവീസ് എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഈ സിനിമയുടെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് ഗോകുലം മൂവീസാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത് രാവിലെ 9 മണി മുതലാണ്. അതേസമയം ചിത്രത്തിന്റെ വിദേശ രാജ്യങ്ങളിലെ പ്രദർശനം രാവിലെ 4 മണിയോടെ തന്നെ ആരംഭിക്കും. GCC ഓവർസീസ് രാജ്യങ്ങളിലായി 2220 സ്ക്രീനുകളാണ് തഗ് ലൈഫിന് ലഭിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗും പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിലവിൽ 60 ലക്ഷത്തോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 8.5-9 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ. ആദ്യ ദിവസം ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷനായി ഈ സിനിമ 14 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശ പ്രീസെയിൽ കളക്ഷനായി ഈ സിനിമയ്ക്ക് 7 കോടി രൂപയും നിലവിൽ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ രാത്രി 10 മണി വരെ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 21 കോടി രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ. സണ്ണി വെയിൻ നായരാകുന്ന റൈറ്റൻ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ് എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. ഫെബി ജോർജ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സൈജു കുറുപ്പ്, അപർണദാസ്, മണികണ്ഠൻ പട്ടാമ്പി, നീന കുറുപ്പ്, ദിനേശ് പ്രഭാകർ, വൈശാഖ് വിജയൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം തയ്യാറാക്കിയിരിക്കുന്നത് ജോമോൻ ജോൺ, ലിൻഡോ ദേവസ്യ, റോഷൻ വർഗീസ് എന്നിങ്ങനെ 3 പേർ ചേർന്നാണ്. അജയ് ജോർജ് ഫ്രാൻസിസ് DOPയും അഭിലാഷ് GA എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ചിത്രം കേരളത്തിൽ 150-ലധികം സ്ക്രീനുകളിലായിട്ടാണ് ആദ്യ ദിവസം റിലീസ് ചെയ്യപ്പെടുന്നത്. ഈദ് റിലീസായി തിയേറ്ററിലെത്തുന്ന പ്രധാനപ്പെട്ട മലയാള സിനിമ ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളിയാണ്. നവാഗതനായ സേതുനാഥ് പത്മകുമാർ തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ജഗദീഷ്, ഹരിശ്രീ അശോകൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ജൂൺ 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയാണ്. ബിജിപാൽ സംഗീതം പകർന്ന ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് സോബിൻ കെ സോമനുമാണ്. അതേസമയം ആഭ്യന്തര കുറ്റവാളിയിലെ താരം എന്ന് തുടങ്ങുന്ന ബിജിപാൽ സംഗീതം പകർന്ന മികച്ച ഒരു ഗാനം ഇന്ന് യൂട്യൂബ് വഴി റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ മലയാള സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ രണ്ടാം വാരത്തിലും മികച്ച ഹോൾഡ് നിലർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടോവിനോ തോമസിന്റെ നരിവേട്ട തന്നെയാണ് ഒന്നാമത്. ചിത്രം തിയേറ്ററിലെത്തി 11ാം ദിവസമായ തിങ്കളാഴ്ച 50 ലക്ഷമാണ് കേരളത്തിൽ കളക്ട് ചെയ്തതെങ്കിൽ ഇന്നലെ ചൊവ്വാഴ്ച കളക്ട് ചെയ്തത് 41 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ 12 ദിവസത്തെ കേരള കളക്ഷൻ 13,40 ലക്ഷം റേഞ്ചിലുമാണ്. അതേസമയം ചിത്രത്തിന്റെ 12 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 22 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ സംബന്ധമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. 13ാം ദിവസമായി ഇന്ന് ബുധനാഴ്ച നരിവേട്ടയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45-50 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. ചിത്രത്തിന്റെ 13 ദിവസത്തെ കേരള കളക്ഷൻ 13,90 ലക്ഷം റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 22.5-23 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. മെയ് 23-ന് തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജലൻ 12ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 12 ലക്ഷം രൂപയാണ്. സിനിമയുടെ ആദ്യ 12 ദിവസത്തെ കേരള റിയൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 4,08 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം 13ാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ന് 15 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഇതോടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 4,23 ലക്ഷം റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6-6.5 കോടി റേഞ്ചിലുമാണ്. മനു സ്വരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മെയ് 8-ന് തിയേറ്ററിലെത്തിയ പടക്കളം എന്ന സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് 12 ലക്ഷം രൂപയാണ്. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, സന്ദീപ് പ്രദീപ് എന്നിങ്ങനെ താരതരയുള്ള ഈ സിനിമയുടെ ആദ്യ 27 ദിവസത്തെ കേരള കളക്ഷൻ 11,95 ലക്ഷം രൂപയാണ്. അതേസമയം 28ാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ 11 ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ 12,05 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമയുടെ ആദ്യ 28 ദിവസത്തെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 17,50 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. മെയ് 9-ന് തിയേറ്ററിൽ ക്ലീൻ ഹിറ്റ് വിജയം നിലവിൽ സ്വന്തമായി കഴിഞ്ഞ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി ഇന്നലെ കളക്ട് ചെയ്തത് 11 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ 26 ദിവസത്തെ കേരള കളക്ഷൻ 16,45 ലക്ഷം രൂപയുമാണ്. 27ാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 16,55 ലക്ഷത്തോളമാണ് ഈ സിനിമയുടെ ആദ്യ 27 ദിവസത്തെ കേരള കളക്ഷൻ. ആദ്യ 26 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 23 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ 27 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 23,50 ലക്ഷം റേഞ്ചിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.